ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറായ ഇൻഡസ് വാട്ടർ ട്രീറ്റി താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം സിന്ധു നദീതടത്തിന്റെ ജലസമ്പത്ത് കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 1960 ഒപ്പുവെച്ച ഈ കരാർ മോശമായ ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയതാണെന്നും ഇതിലെ നിബന്ധനകൾ ഇന്ത്യക്ക് അർഹമായ ജലവിഹിതം ഉപയോഗിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുജറാത്തിന്റെ നഗരവികസനത്തിന്റെ 20ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനമെന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കമ്മിറ്റി തീരുമാനിച്ചതായും അദ്ദേഹം ആവർത്തിച്ചു. ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ വ്യവസ്ഥകൾ ഇന്ത്യയുടെ ജലവിനിയോഗത്തെ എങ്ങനെ പരിമിതപ്പെടുത്തി എന്ന് വിശദീകരിച്ച മോദി, ജമ്മു കാശ്മീരിലെ അണക്കെട്ടുകളിലെ എക്കൽ നീക്കം ചെയ്യുന്നതിനുള്ള വിലക്ക് ഉദാഹരണമായി എടുത്തുകാട്ടി. ഈ അണക്കെട്ടുകളിലെ താഴത്തെ ഷട്ടറുകൾ 60 വർഷത്തിലേറെയായി തുറക്കാത്തതിനാൽ ജലസംഭരണികളുടെ ശേഷിയുടെ ഏകദേശം 2 മുതൽ 3% മാത്രമേ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കരാർ നിർത്തിവെച്ചതോടെ അണക്കെട്ടുകൾ വൃത്തിയാക്കാൻ ചെറിയ ഷട്ടറുകൾ തുറന്നപ്പോൾ പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കാതെ കരാർ പുനരുജ്ജീവിപ്പിക്കില്ല എന്ന് മോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇത്തവണ അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ, സലാൽ റൺ ഓഫ് റിവർ ജലവൈദ്യുത പദ്ധതികളിലെ ജലസംഭരണികളിൽ എക്കൽ നീക്കം ചെയ്യുന്നതിനുള്ള വിലക്ക് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1960-ലെ കരാറിന്റെ ഭാഗമായാണ് ഈ പദ്ധതികൾ നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനുള്ള പിന്തുണ വിശ്വസനീയവും അലംഘനീയവുമായ രീതിയിൽ ഉപേക്ഷിക്കുന്നതുവരെ കരാർ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കി. ജലവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന നിലപാടും ഇന്ത്യ ആവർത്തിച്ചു. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് കശ്മീർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി, ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇന്ത്യയുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണെന്ന് പ്രസ്താവിച്ചു. ടെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേഷ്കിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കശ്മീർ ജലപ്രശ്നം, വ്യാപാരം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് ഷഹ്ബാസ് ഷെരീഫ് വ്യക്തമാക്കി. 1960-ൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കറാച്ചിയിൽ ഒപ്പുവെച്ച ഇൻഡസ് വാട്ടർ ട്രീറ്റി ലോകത്തിലെ ഏറ്റവും വിജയകരമായ ജല പങ്കാളിത്ത കരാറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സിന്ധു നദീ വ്യവസ്ഥയിലെ 6 നദികളുടെ ജലം പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ് ഈ കരാർ. സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു, ഝലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും നൽകുന്നു. എന്നാൽ പടിഞ്ഞാറൻ നദികളിൽ റൺ ഓഫ് റിവർ പദ്ധതികൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് അനുവാദമുണ്ട്. പക്ഷേ അവ പാകിസ്ഥാന്റെ ജലലഭ്യതയെ ബാധിക്കരുത്. കരാറിന്റെ നടപ്പാക്കലിനും തർക്ക പരിഹാരത്തിനുമായി ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. 2 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മീഷണർമാർ ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി യുദ്ധങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾക്കിടയിലും ഈ കരാർ തടസ്സമില്ലാതെ നിലനിന്നിരുന്നു. എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരു പ്രധാന വിഷയമായതോടെ ഇന്ത്യ കരാറിനെതിരെ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയാണ്. മോദിയുടെ ജലവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന പ്രസ്താവന ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് തുടരുന്ന സന്ദേശം നൽകുന്നു. ജമ്മു കശ്മീരിലെ അണക്കെട്ടുകളിൽ ചെളി നീക്കം ചെയ്യാനുള്ള വിലക്ക് പോലുള്ള വ്യവസ്ഥകൾ ഇന്ത്യയുടെ വൈദ്യുതി ഉൽപാദനത്തെയും ജലസംഭരണ ശേഷിയും പരിമിതപ്പെടുത്തുന്നതായി മോദി ആരോപിക്കുന്നു. പാകിസ്ഥാന്റെ നിലപാടിൽ മാറ്റമില്ലെങ്കിൽ ഈ കരാറിന്റെ ഭാവി സങ്കീർണമാകാൻ സാധ്യതയുണ്ട്.